മിനിമം 2 ഓഫെങ്കിലും കഴിഞ്ഞിട്ടേ അടുത്ത ഷിഫ്റ്റ് നമുക്ക് തരത്തുള്ളൂ. അവർക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ അടുത്ത പൊസിഷൻ അല്ലെങ്കിൽ അടുത്ത ഓപ്പർച്യൂണിറ്റി നമുക്ക് തരാൻ വേണ്ടി. ഇത്രയും സാലറി കിട്ടുമെന്ന് എന്തായാലും എനിക്കും തോന്നുന്നില്ല. ബസ്സിൻ്റെ പോലെ തന്നെ 4 മോഡ്യൂൾസ് ആണ് ജർമ്മനും ഉള്ളത്. അപ്പോൾ നമ്മൾ ബേസിന്നേ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരേപോലെ ലെവലിലുള്ളവരാണ് ഈ പഠിക്കുന്നത്. അപ്പം ഒരേപോലെ നമുക്ക് ഈ എക്സാമിന് നേരിടാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വെർബ് പഠിച്ചാലും നൗൺ പഠിച്ചാലും ഞാൻ അത് വെച്ചിട്ടൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു സെൻറ്റൻസ് അതുകൊണ്ട് നമ്മുടെ മൈൻഡിൽ കുറച്ചും കൂടെ നാൾ ലാസ്റ്റ് ചെയ്യും. ഹലോ എവ്രിവൺ, ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മുടെ കൂടെ ഉള്ളത് ജർമ്മനിയിൽ 4+ ഇയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടിനു ബൈജു എന്ന് പറയുന്ന നേഴ്സാണ്. വെൽക്കം എവ്രിവൺ ടു ദ പോഡ്കാസ്റ്റ്. വെൽക്കം മാഡം. താങ്ക് യു. എങ്ങനെയുണ്ട് ജർമ്മനി? എങ്ങനെയുണ്ട്? ജർമ്മനി അടിപൊളിയാണ്. ഇതുവരെ നന്നായിട്ട് പോകുന്നു. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ എന്താണോ സ്വപ്നം കണ്ട് പോയത് അത് തന്നെയാണ് ജർമ്മനി. സോ മാഡം ഒരു 4 ഇയേഴ്സ് മുന്നേ ആണ് ജർമ്മനിയിൽ എത്തിയത് എന്ന് പറഞ്ഞു. സോ ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ UK അതേപോലെ ഓസ്ട്രേലിയ, കാനഡ ഒക്കെ ട്രെൻഡായി നിൽക്കുന്ന സമയമായിരുന്നു. സോ എന്തുകൊണ്ട് മാഡം ജർമ്മനി തിരഞ്ഞെടുത്തു? സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് എനിക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ തീരെ താല്പര്യമില്ലായിരുന്നു. ഞാൻ നാട്ടിൽ തന്നെ പഠിച്ച ആളാണ്, പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യമില്ല. അന്ന് ഞാൻ നോക്കിയ സമയത്ത് ജർമ്മനി മാത്രമേ ഉള്ളായിരുന്നു എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരാളെ എടുക്കുന്നത്. സോ ഒരു ഫ്രഷറായിട്ട് വേറെ എവിടെയും വേൾഡിൽ പോകാനായിട്ട് അന്ന് പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ UK ആണെങ്കിൽ പോലും അന്ന് ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് 2 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ ജർമ്മനി ഞാൻ റിസർച്ച് ചെയ്ത സമയത്ത് ജർമ്മനിയിൽ എക്സ്പീരിയൻസോ ഇയർ ഗ്യാപ്പോ യാതൊരു തരത്തിലും പ്രശ്നമല്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് മെയിൻ തിങ് ഞാൻ ജർമ്മനി ചൂസ് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്കറിയാവുന്ന കുറച്ച് പേര് അവരുണ്ടായിരുന്നു. അപ്പോൾ അവർ ജർമ്മനിയുടെ ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കേസ്, അവിടെ അധികം മൈഗ്രേഷൻ അന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. സോ ഇപ്പം ഒരുപാട് നെഗറ്റീവ് സൈഡ്സ് വേറെ രാജ്യങ്ങളെക്കുറിച്ച് കേൾക്കുന്ന പോലെ ജർമ്മനിയെക്കുറിച്ച് ഇപ്പോഴും കേട്ടിട്ടില്ല. കാരണം ഇമിഗ്രേഷൻ അല്ലെങ്കിൽ മൈഗ്രേഷൻ വളരെ കുറവാണ് സ്റ്റിൽ നൗ. സോ നമ്മൾ ഭയങ്കര ന്യൂ ആയിരിക്കും, നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിരിക്കും, നമ്മളെ ഭയങ്കര വെൽക്കമിങ് ആയിരിക്കും എന്നേ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അതാണ് ജർമ്മനി ചൂസ് ചെയ്യാനുള്ളൊരു മെയിൻ തിങ്. ഓൾറൈറ്റ്. അപ്പോൾ ജർമ്മനിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള കൺട്രീസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് പോലെ എളുപ്പമല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ജർമ്മനിയിലേക്ക് പോകാന്നുള്ളത്. ബിക്കോസ് കാനഡ ആയാലും UK ആയാലും ഓസ്ട്രേലിയ ആയാലും അവിടേക്കുള്ള എക്സാംസ് ഇംഗ്ലീഷ് മോഡലുള്ള എക്സാംസ് ആയിരിക്കാം. പക്ഷേ ജർമ്മനിയിലേക്ക് ഒരു കംപ്ലീറ്റ് ന്യൂ ലാംഗ്വേജ് പഠിച്ചിട്ട് വേണം അവിടെ എത്താൻ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു സംഗതിയൊന്നുമല്ല. സോ ഈ ഒരു കോൺഫിഡൻസ് എങ്ങനെ കിട്ടി? എങ്ങനെയായിരുന്നു ഈ ലാംഗ്വേജ് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ള ഒരു വിസ്ഡം കിട്ടിയത് എങ്ങനെയാണ്? സോ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ IELTS ആണ് പ്രിപ്പയർ ചെയ്തത്. കാരണം ഞാൻ ആദ്യം തിങ്ക് ചെയ്തത് എക്സ്പീരിയൻസിലുപരി തിങ്ക് ചെയ്തത് ഞാൻ പുറത്ത് പോയി പഠിക്കാമെന്നുള്ളൊരു ചിന്താഗതി ആദ്യം ഉണ്ടായിരുന്നു. സോ ആ സമയത്ത് ഞാൻ IELTS പ്രിപ്പയർ ചെയ്യാൻ പോയിരുന്നു. IELTS പഠിക്കുകയും ചെയ്തു. പക്ഷേ ആ സമയത്താണ് എൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്നവരെല്ലാവരും ഭയങ്കര ICSE CBSEയിലെല്ലാം പഠിച്ചതാണ്. ഞാൻ സാധാ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചൊരു കുട്ടി. അപ്പം എനിക്ക് ഇവരുടെ ഒപ്പം സ്പീക്കിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും ഒന്നും എത്തിപ്പെടാൻ പറ്റുന്നില്ല. അതുപോലെ റീഡിംഗ് ഒക്കെ ആണെങ്കിലും IELTSൻ്റെ റീഡിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളവർക്കറിയാം ഭയങ്കര ടഫാണ്. അപ്പം എനിക്ക് എൻ്റെ കൂടെ കോമ്പീറ്റ് ചെയ്യുന്നവരിൽ നിന്ന് ഏറ്റവും ബാക്ക്വേർഡായിട്ട് എനിക്ക് തന്നെ സ്വന്തമായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, ദൈവം ഇത് എല്ലാവരും ആദ്യം തൊട്ട് പഠിക്കുമായിരുന്നെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എല്ലാവരും ഫ്രം ദ ബേസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. പെർസ്പെക്റ്റീവിലാണ് ജർമ്മൻ ചൂസ് ചെയ്തത്. അപ്പോൾ ആ സമയത്താണ് ജർമ്മനി ഇങ്ങനെ ഞാൻ പറഞ്ഞ കസിൻസ് അല്ലാതെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിഞ്ഞത്. അപ്പം പുതിയൊരു ലാംഗ്വേജ് പഠിക്കണം. അത് ABCD തൊട്ട് നമ്മൾ പഠിക്കണം. ഇപ്പം എഴുതുമ്പോൾ ABCD എന്നാണെങ്കിലും പറയുമ്പോൾ ABCD എന്നാണ്. സോ ഞാൻ സ്റ്റേറ്റിൽ പഠിച്ച ആളും CBSEയിലും ICSEയിലും ഈവൻ ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ആരാണേലും നമ്മുടെ കൂടെ ഇരിക്കുന്നവർ ഫ്രം ദ ബേസ് പഠിച്ചു തുടങ്ങുക. സോ അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ തിങ് ആണ്. IELTSൻ്റെ പോലെ തന്നെ 4 മോഡ്യൂൾസ് ആണ് ജർമ്മനും ഉള്ളത്. അപ്പോൾ സോ നമ്മൾ ബേസിന്നേ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരേപോലെ ലെവലിലുള്ളവരാണ് ഈ പഠിക്കുന്നത്. അപ്പം ഒരേപോലെ നമുക്ക് ഈ എക്സാമിന് നേരിടാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് കേൾക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആളുകൾ IELTS അല്ല എന്നാൽ ഞാൻ ജർമ്മൻ ട്രൈ ചെയ്യാന്നുള്ള രൂപത്തിൽ, അല്ലാതെ ഈ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമുക്ക് ഒന്ന് പറ്റത്തില്ലെങ്കിൽ നമ്മൾ അടുത്തത് എന്താണെന്നുള്ളത് നമ്മുടെ മുന്നിലുള്ളത് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അതിപ്പോൾ IELTS ആയിക്കോട്ടെ ജർമ്മൻ ആയിക്കോട്ടെ. ഇപ്പോൾ ഇത് രണ്ടും അല്ലെങ്കിൽ അടുത്ത ഇപ്പോൾ ജപ്പാനിലും കൊറിയയിലും വരെ ആൾക്കാർ പോകുന്നുണ്ട്. സോ അതൊരു ബിഗ് ഡീൽ അല്ല. സോ എത്ര സമയം എടുത്തു ലാംഗ്വേജ് പഠിക്കാൻ? എനിക്ക് ടോട്ടൽ കറക്റ്റ് 10 months എടുത്തു. ഞാൻ ഇതിൻ്റെ അകത്ത് B1 B2 മാത്രമാണ് ഇൻ്റർനാഷണൽ എക്സാംസ് എഴുതിയത്. ബാക്കി രണ്ടും ഇൻസ്റ്റിറ്റ്യൂഷണൽ എക്സാംസ് മാത്രമാണ് എടുത്തത്. ടോട്ടൽ 10 months ആണ് A1 to B2 പഠിക്കാൻ. ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ പഠിച്ചത്? അന്ന് ഓൺലൈൻ സിസ്റ്റം ഇല്ലായിരുന്നു. ഞാൻ പഠിക്കുന്നത് ഫുൾ ടൈം ക്ലാസ്സിൽ പോയി തന്നെയാണ് കൂടുതൽ പഠിച്ചത്. നഴ്സിംഗ് ഡിഗ്രി എടുത്തതിന് ശേഷമാണോ പോയത് അതിൻ്റെ കൂടെ? ഇല്ലില്ല, ഞാൻ പറഞ്ഞ പോലെ നഴ്സിംഗ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ IELTS ട്രൈ ചെയ്തു. IELTS എനിക്ക് നോക്കാത്തില്ലെന്ന് കണ്ടുപിടിച്ചു. സോ അടുത്ത ഓപ്ഷനായിട്ട് ജർമ്മൻ പോയി ചേരുമായിരുന്നു. സോ 1 മാസം പോലും ഞാൻ
ഗ്യാപ്പ് എടുത്തിട്ടില്ല ഒന്നിൻ്റെ ഇടയ്ക്ക്. നഴ്സിംഗ് കഴിഞ്ഞ് ചെറിയൊരു ഗ്യാപ്പ് എടുത്തു, ഒരു 4 മാസം റിസൾട്ട് വരാൻ. അതിനുശേഷം IELTS കഴിഞ്ഞു, നേരെ ജർമ്മൻ പഠിച്ചു, ജർമ്മൻ കഴിഞ്ഞു, പിന്നെ ജർമ്മൻ പഠിപ്പിക്കാൻ കയറി, പിന്നെ ജർമ്മനി പോയി. നൈസ്. അപ്പോൾ അപ്രോക്സ് ഒരു 10 to 12 months ലാംഗ്വേജിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. 12 months പറയാം, ബിക്കോസ് B2ൻ്റെ എക്സാം എഴുതി റിസൾട്ട് വരാനും 1 month സമയമായിരുന്നു അന്നത്തെ ഒരു ഇത് വെച്ചിട്ട്. അങ്ങനെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ 12 months എടുത്തു. പറഞ്ഞതുപോലെ ലാംഗ്വേജ് പഠിക്കൽ വലിയ എളുപ്പമുള്ളൊരു സംഗതി ഒന്നുമല്ല. ഞാൻ 5 years ഫ്രഞ്ച് ലാംഗ്വേജ് പഠിച്ച ഒരാളാണ്. ഞാൻ ആദ്യത്തെ 3 years ഒന്നും എനിക്കൊന്നും എന്തായാൻ പറ്റിയിട്ടില്ല. ലാംഗ്വേജ് അത് ഒരു പ്രൊഫഷ്യൻസി ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറേ കൂടെ ഞാൻ എഫേർട്ട് എടുത്ത് മാസ്റ്റേഴ്സ് ലെവലിൽ എത്തുമ്പോഴാണ് ഫ്രഞ്ച് ഞാൻ ഫ്ലുവൻ്റ് ആക്കാൻ പറ്റിയത്. സോ എങ്ങനെയായിരുന്നു നിങ്ങൾ 10 months കൊണ്ട് ജർമ്മൻ ഫ്ലുവൻ്റ് ആക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. B2 ലെവൽ ക്ലിയർ ചെയ്തല്ലോ, ഒബ്വിയസ്ലി ഫ്ലുവൻ്റ് ആയിരിക്കും. സോ ലാംഗ്വേജ് പഠിക്കുമ്പോൾ എന്ത് ചലഞ്ചാണ് ഏറ്റവും കൂടുതലായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ നിങ്ങൾ നേരിട്ടുള്ളത്? സോ ബേസിക് തിങ് എന്ന് പറഞ്ഞത് ഇത് സ്പീക്ക് ചെയ്യാൻ തന്നെയാണ്. മറ്റേതുപോലെ തന്നെ ഇത് സ്പീക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഒരു എക്സാമിന് പോകുന്ന സമയത്ത് ഭയങ്കര അല്ലെങ്കിൽ പോലും നമ്മൾ ക്ലാസ്സിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ ബെറ്റർ ആയാൽ മാത്രമേ എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് സ്പീക്കിംഗ് ആയിരുന്നു ഫസ്റ്റ് തിങ്. പിന്നെ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നത് റീഡിങ്സ്. നമ്മൾ പറഞ്ഞ പോലെ പുതിയ ലാംഗ്വേജ് ആയതുകൊണ്ട് എല്ലാ വേർഡ്സും നമ്മൾ പുതിയതായിട്ട് തന്നെ പഠിക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ആർട്ടിക്കിൾസ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വേർഡിനും ഇപ്പോൾ ഓരോ ആർട്ടിക്കിൾസ് ആണ്. നമ്മുടെ ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ മെയിൽ ഫീമെയിൽ അല്ലെങ്കിൽ ന്യൂട്രൽ എന്ന് പറഞ്ഞ് പഠിക്കുന്ന പോലെ അല്ല. ജർമ്മൻ ഓരോ തിങ്സിനും ഓരോ ആർട്ടിക്കിൾസ് ആണ്. സോ അത് ഈ എഴുതുന്ന അനുസരിച്ച് നമ്മൾ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതായിരുന്നു മെയിനായിട്ട് ഫേസ് ചെയ്തൊരു തിങ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ മെയിൻ സ്പീക്കിങ്ങിൻ്റെ അകത്ത് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി തന്നെ ഉള്ളൊരു ആളെ ഞാൻ കണ്ടുപിടിച്ച്, വെച്ചാൽ മലയാളിയായിട്ട് അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നൊരു ചേച്ചിയെ കണ്ടുപിടിച്ച് പുള്ളിക്കാരത്തേക്ക് ടൈം വരുന്ന രീതിയിൽ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു പുള്ളിക്കാരത്തോട് സംസാരിക്കായിരുന്നു. പക്ഷേ പുള്ളിക്കാരത്തിനെ ഞാൻ അപ്രീഷിയേറ്റ് ഓൺലൈനായിട്ടായിരുന്നു. ആ പുള്ളിക്കാരത്തെ വാട്സപ്പ് നമ്പർ ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എനിക്ക് കിട്ടിയതായിരുന്നു. ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചത്. പിന്നെ ആ ചേച്ചിയായിട്ട് കമ്പനി ചേച്ചി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ്. പക്ഷെ പുള്ളിക്കാരത്തേക്ക് ഭയങ്കര നല്ലൊരു മനസ്സായിരുന്നു, വളരെ കൈൻഡ് ഹാർട്ടഡ് ആയതുകൊണ്ട് പുള്ളിക്കാരത്തി പറഞ്ഞു ഓക്കെ ഒരു 10 minute അതിൽ കൂടുതലൊന്നുമില്ല. പക്ഷേ ഇവന്തോ ആ 10 minute അവിടെ നിന്ന് ഒരാൾ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് സ്പീക്കിംഗ് വളരെ നൈസായിട്ട് പോയി. റീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടണം. എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഞാൻ കുത്തിയിരുന്ന് ആർട്ടിക്കിൾ ഉൾപ്പെടെ വേർഡ്സ് ബൈഹാർട്ട് ചെയ്യുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ചെയ്ത് ഈ ബൈഹാർട്ട് ചെയ്താൽ മാത്രം നമ്മളത് പഠിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. 10 minute കഴിയുമ്പോൾ ചിലപ്പോൾ മറന്നു. പക്ഷേ ഒരു വേർഡ് എടുത്താൽ ഞാൻ ആ വേർഡ് വെച്ചൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യും. എന്തൊരു വേർഡ് എടുത്താലും ഞാൻ ആ വേർഡ് വെച്ച് ഇപ്പോൾ ഒരു വെർബ് പഠിച്ചാലും നൗൺ പഠിച്ചാലും ഞാൻ അത് വെച്ചിട്ടൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തൊരു സെൻറ്റൻസ് അതുകൊണ്ട് നമ്മുടെ മൈൻഡിൽ കുറച്ചും കൂടെ നാൾ ലാസ്റ്റ് ചെയ്യും. പിന്നെ ലിസണിങ് എന്ന് പറയുമ്പോൾ അന്ന് ഇത്രയ്ക്കും ഫ്ലെക്സിബിൾ അല്ല ഓൺലൈനായിട്ട് നമുക്ക് പഠിക്കാന്നുള്ളത്. സോ അന്ന് എവിടെ പ്രോഡ്കാസ്റ്റ് കിട്ടും ഒന്നും എനിക്കറിയത്തില്ല. ആകപ്പാട് അറിയാവുന്ന 2-3 ഈ ഡാർക്ക് എന്നൊക്കെ പറഞ്ഞ 2-3 സിനിമയുള്ളൂ. പക്ഷേ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അന്ന് കേൾക്കുമ്പോൾ. ജർമ്മൻ സിനിമാസ് ഈ ജർമ്മൻ ഇത് ചുമ്മാ ചെവി വെച്ച് കേട്ടോണ്ടിരിക്കും, ഇനി മനസ്സിലാത്തൊന്നുമില്ല. പക്ഷെ അത് കേട്ട് ഗ്രാജുവലി നമ്മൾ ഈ വേർഡ്സ് പഠിക്കുന്ന കൂട്ടത്തിൽ ഇതും കേട്ട് എൻ്റെ ആ ലിസണിങ് ഈ ഒരു ലേണിങ്ങിനെ പാസീവ് കൈൻഡ് ഓഫ് ലേണിംഗ് എന്ന് പറയും. നമ്മൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ആളുകൾ പോയിട്ട് കേട്ട് ലാംഗ്വേജ് പഠിക്കുന്ന ഈ ഒരു മെത്തേഡ് ആയിരിക്കും. അതെ ഈ അറബ് കൺട്രീസിൽ പോയിട്ട് എഴുതാനൊന്നും അറിയില്ല, പക്ഷേ സ്പീക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പൊ ലിസണിങ്ങിലാണെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് ആ വേർഡ് മനസ്സിലാവണല്ലോ. നമ്മളിപ്പോ ഒരു കാര്യം വായിച്ചു നോക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് അത് വായിക്കുമ്പോൾ ചിലപ്പോൾ അർത്ഥം മനസ്സിലാവും. പക്ഷെ വേറൊരാളുടെ പ്രൊണൗൺസിയേഷൻ രീതി നമുക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അത് പാസീവായിട്ട് കേൾക്കണം. മെയിനായിട്ട് ഞാനിപ്പോൾ ഫേസ് ചെയ്ത ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഈ സ്പീക്കിംഗ് ആയിരുന്നു. അതൊരു ചേച്ചി ഹെൽപ്പ് ചെയ്തു. റീഡിങ്ങിന് എന്ന് വെച്ചാൽ നമ്മളിത് ബൈഹാർട്ട് ചെയ്യുന്നതിലും ബെറ്റർ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്താൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. മാം വളരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എങ്ങനെയാണ് മാം ഈ ഒരു ലാംഗ്വേജ് എക്സാം ക്രാക്ക് ചെയ്തതെന്നുള്ളത്. സോ ഇത് നമുക്ക് മാമിനെ പോലെ നേഴ്സായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ നഴ്സിംഗ് കോഴ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് ജർമ്മനിയിലേക്ക് പോകാൻ താല്പര്യമുള്ള ഒരുപാട് ആളുകളുണ്ട്. സോ അവർക്ക് ഈ ഒരു ലാംഗ്വേജ് എത്രയും പെട്ടെന്ന് അതേപോലെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനുള്ള ടിപ്സ് എന്തായിരിക്കും സജസ്റ്റ് ചെയ്യാം? സോ നമ്മൾ ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൈം പീരീഡ് കംപ്ലീറ്റ്ലി നമ്മൾ അതിന് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാം. ആ ഒരു സമയത്ത് വേറൊരു കാര്യം ചെയ്യാതിരിക്കുന്നതായിരിക്കും ഞാൻ പറയുന്നതാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ആ സമയത്ത് ജർമ്മൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. വർക്ക് ചെയ്യുമോ അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുകയോ ഒന്നുമില്ല. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ ജർമ്മൻ മാത്രം ഫോക്കസ് ചെയ്യുമായിരുന്നു. എൻ്റെ കൂടെ നിൽക്കുന്ന സ്റ്റുഡൻസും ജർമ്മൻ പഠിക്കുന്നതായിരുന്നു. അപ്പം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ളൊരു സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. യെസ്, അങ്ങനെ അവിടെ ജർമ്മൻ മാത്രം. യെസ്, നമ്മുടെ ഹോസ്റ്റലിൽ മൊത്തം ജർമ്മൻസ് എന്നല്ല നമ്മൾ പറയുന്ന പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ല. പക്ഷെ നമ്മുടെ
നമ്മുടെ ഒരു 2 റൂമിൽ മൊത്തം ജർമ്മൻ പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരുന്നു. അവരുടെ കൂടെ തന്നെയാണ് ഫുൾ ടൈം ഇൻട്രസ്റ്റ്. ആരെങ്കിലും ഒരാളിരുന്ന് പഠിക്കുന്ന കാണുമ്പോഴേക്കും നമുക്കൊരു ടെൻഷൻ വരും, ഈ ഒരു 10 മിനിറ്റെങ്കിലും പോയൊന്നും പഠിച്ചില്ലെങ്കിൽ നമ്മൾ തോറ്റ്. പിന്നെ സ്പീക്കിംഗ് ഒക്കെ ആണെങ്കിലും ഈ പുറത്തുള്ളവർന്നല്ല, നമ്മുടെ കൂടെ ഉള്ളവരുടെയും കൂടെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തത് നമുക്ക് കിട്ടും. പിന്നെ ബേസിക് നമ്മുടെ ക്ലാസ്സിൽ എന്താണോ ഒരു ദിവസം പഠിക്കുന്നത് അത് അന്ന് തന്നെ മാക്സിമം ക്ലിയർ ചെയ്യുക, അത് അന്ന് തന്നെ വർക്കൗട്ട് ചെയ്യുക, അന്ന് തന്നെ വൊക്കാബ്സ് പഠിക്കുക. സോ അന്നാലും നമുക്ക് പിറ്റേന്ന് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാവുക, നമുക്ക് ടീച്ചറായിട്ട് ഡിസ്കസ് ചെയ്യും. ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെക്കാട്ടിയും കുറച്ചും കൂടെ അറിവുള്ളവരാണ്, അവരായിട്ട് നമുക്കത് ക്ലിയർ ചെയ്യാനും സാധിക്കത്തുള്ളൂ. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ സ്പീക്കിംഗ് നമ്മൾ സ്പീക്ക് ചെയ്ത് തന്നെ പഠിക്കുക. ഇപ്പം ലിസണിങ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പാസീവായിട്ട് ഇപ്പോൾ ഇഷ്ടം പോലെ പ്രോഡ്കാസ്റ്റ് കിട്ടും, ജർമ്മൻ സോങ്സ് അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും ബേസിക് ഞാൻ വേറൊരു ജർമ്മൻ ബൈബിൾ വായിക്കുമായിരുന്നു. അത് ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർക്ക് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഇത് കാണാതെ അറിയാവുന്നവരുണ്ട്. അത് തന്നെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, അത് നമുക്ക് കേൾക്കാനും പറ്റുന്ന രീതിയിൽ ബുക്സ് അവൈലബിൾ ആണ്, ഓഡിയോ ബുക്സ് അവൈലബിൾ ആണ്, ഇന്റർനെറ്റ് റേഡിയോസ് അവൈലബിൾ ആണ്. ഒന്നും ഇല്ലെങ്കിൽ ഒരു സീരീസ് എങ്കിലും എടുത്ത് കാണാം. ഇപ്പം ഡാർക്ക് ഒരു ഫിലിം അല്ല, ഒരു വെബ് സീരീസ് ആണ്, അതുപോലത്തെ സീരീസ്. അല്ലാതെ ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ളുണ്ട്, കോമിക് ആയിട്ടുള്ളുണ്ട്. ഇപ്പോൾ സോ പല ജേർണലുള്ള സീരീസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്, നെറ്റ്ഫ്ലിക്സ് ഉള്ളവർക്ക് അങ്ങനെയും കാണാൻ പറ്റും. സോ മീൻസ് ഇത് കാണുന്നതിലുപരി നമ്മൾ ഈ കേൾക്കുമ്പോൾ കുറേ വൊക്കാബ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. വൊക്കാബ് കിട്ടുന്നതിന് കൂടുതൽ സെന്റൻസ് കൺസ്ട്രക്ഷൻ കിട്ടും. നമ്മൾ ഇപ്പൊ സബ്ജക്ട് കണക്ട് ചെയ്യാൻ പറ്റും. പഠിച്ച കാര്യങ്ങൾ അതെ, ഈ സബ്ജക്ട് വെർബ് ഒബ്ജക്റ്റ് എന്ന് കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് കണക്റ്റീവ്സ് യൂസ് ചെയ്യാനുണ്ട്. സോ നമ്മളിത് ഭയങ്കര സ്ട്രെസ് എടുത്ത് നമ്മളിത് കണക്റ്റീവ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര പാടായിരിക്കും. പക്ഷേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേട്ട് വരുമ്പം നമുക്ക് ആ സിറ്റുവേഷനിൽ വരുന്ന ഒരു നമുക്കിപ്പോൾ B2 പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ അതിനെപ്പെട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ സെന്റൻസ് കൺസ്ട്രക്ഷൻസ് ഒക്കെ കുറച്ചുകൂടെ എളുപ്പമാക്കാൻ പറ്റും. പിന്നെ ഉള്ളത് റൈറ്റിംഗ് ആണ്. നമ്മൾ റൈറ്റിംഗ് എഴുതി നമ്മളെക്കാട്ടിലും വെൽ എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും വെൽ പഠിച്ച ഒരാളെ നിന്ന് കറക്റ്റ് ചെയ്ത് മേടിക്കുകയുള്ളൂ വഴി. നമ്മൾ ഒരുപാട് പേര് ചെയ്യുന്നൊരു പരിപാടിയാണ് റൈറ്റിംഗ്. ഒരു വർക്ക് തന്നു കഴിഞ്ഞാൽ ChatGPT ചെയ്യുന്ന പരിപാടി, എന്നിട്ട് നമ്മുടേതായ രീതി ശരിയാക്കും. അങ്ങനെ ശരിയാക്കുന്നതിനും നമ്മൾ തന്നെത്താൻ എഴുതിയിട്ട് നമ്മുടെ ടീച്ചറെ കൊണ്ട് കറക്റ്റ് ചെയ്യിക്കുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഓൺലൈൻ മീഡിയ വഴി അല്ലെങ്കിൽ ഒരു AI യൂസ് ചെയ്ത് നമുക്കതൊന്നുകൂടെ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഒരു മോഡിഫൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ വൊക്കാബ്സും കാര്യങ്ങളും പഠിക്കാൻ പറ്റും. റൈറ്റിംഗ് എപ്പോഴും എഴുതി തന്നെ പഠിക്കുക. ഒരു ടോപ്പിക്ക് തന്നു കഴിഞ്ഞാൽ അത് 2 ആസ്പെക്റ്റിൽ എഴുതാനായിട്ട് മാക്സിമം ശ്രമിച്ചു നോക്കുക. അപ്പം അത്രയും കൂടുതൽ കറക്ഷൻസ് കിട്ടും. നമ്മൾ ടെൻഷൻ അടിക്കുന്നതിന് പകരം ടീച്ചേഴ്സ് വളരെ നൈസായിട്ടാണ് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ് നിൽക്കുന്നതെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. സോ ഞാൻ ഇനീഷ്യലി ചെയ്ത ഒരു മിസ്റ്റേക്ക് ആയിരുന്നു ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷിൽ നിന്നുള്ള ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ വരുമ്പോൾ അത് ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. സെൻറ്റൻസ് ഇപ്പോൾ പല രീതിയിലുള്ള എറേഴ്സ് വന്നു തുടങ്ങിയപ്പോഴാണ് എനിക്ക് പിന്നീട് മനസ്സിലായത് ഇതെന്താവില്ല, വർക്കൗട്ട് ആവില്ല എന്നുള്ളത്. അതെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്ത് ഇത് ഇംഗ്ലീഷ് നേരെ ജർമ്മൻ ഭാഷയിലോട്ട് മാറുവാണ്. സോ നമുക്ക് ജർമ്മൻ അങ്ങനെ പറ്റത്തില്ല. നമുക്ക് ഇപ്പം നമ്മുടെ അക്കുസാറ്റീവ് ആണോ, അതിപ്പം ജർമ്മൻ പഠിക്കുന്നവർക്ക് കുറച്ചുകൂടെ മനസ്സിലായിരിക്കും. അക്കുസാറ്റീവ്, ഡാറ്റീവ് അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. സോ ഇതനുസരിച്ച് ഒരു വേർഡിൻ്റെ ആർട്ടിക്കിൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നോർമൽ ഇത് അയിനാണെങ്കിൽ അക്കുസാറ്റീവ് ആകുമ്പോൾ അയിനാവും. ഒരു പട്ടിയുടെ കേസ് പറയാം. ദാറ്റ് ഈസ് എ ഡോഗ് എന്ന് പറയുമ്പോൾ ദസ് ഈസ് ഐൻ ഹുണ്ട് എന്ന് പറയും. അപ്പോൾ അതൊരു നോർമൽ സെൻറ്റൻസിലാണ്. അതൊരു അക്കുസാറ്റീവ് സെൻറ്റൻസിൽ വരുമ്പോൾ ഐനൻ ഹുണ്ടെന്ന് വരും. ഒരു ഡാറ്റീവിൽ വരുമ്പോൾ ഐനം ഹുണ്ടെന്ന് വരും. സോ നമ്മൾ ഒരു ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്താൽ ചിലപ്പോൾ എല്ലാത്തിലും ഈ ഐൻ ഹുണ്ടെന്നേ വരത്തുള്ളൂ. ഈ ഐനനും ഐനമെന്ന് പറഞ്ഞ കാര്യം ഇവർക്ക് അറിയത്തില്ല ഇങ്ങനെ ചെയ്യണം. ചിലപ്പം ചില ട്രാൻസ്ലേറ്റേഴ്സ് ചെയ്യുമായിരിക്കും, എന്നാലും ഉറപ്പില്ല. പക്ഷെ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് ചേഞ്ച് ചെയ്ത് എഴുതിയാലേ നമുക്കത് പഠിക്കാൻ പറ്റും. ഏതിലാണ് എന്നുള്ളത് നമുക്ക് കമാൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. ഈ ഒരു കേസിലേക്കാണ് ഇത് ചെയ്യേണ്ടത്, കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അതെ, പറഞ്ഞു വന്നത് ലാംഗ്വേജ് ജസ്റ്റ് തിയറിറ്റിക്കലായി വെറുതെ പഠിച്ച് പോകുന്നതിന് പകരം നമ്മൾ കംപ്ലീറ്റ്ലി ഈ ഒരു ടൈം ഇമ്മേഴ്സ് ചെയ്യാം. അത് നമ്മുടെ എന്താ പറയുക ഹോസ്റ്റലായാലും അല്ലെങ്കിൽ ക്ലാസ് റൂംസ് ആയാലും അതിന് ബിക്കോസ് ഒബ്വിയസ്ലി അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് വെച്ചാൽ ഇതൊരു ജർമ്മൻ സ്പീക്കിംഗ് കൺട്രി ഒന്നല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസ് വിട്ടുപോയാൽ അഗെയിൻ നമ്മുടെ ഭാഷ തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം വളരെ കുറവാണ്. സോ നമ്മൾ എൻഗേജ് ചെയ്യുന്ന ഈ ഒരു സമയം കംപ്ലീറ്റ്ലി ലാംഗ്വേജിൽ ഇമ്മേഴ്സ് ആവുക എന്നുള്ള വാല്യുബിൾ സജഷനാണ് മാഡം നമുക്ക് തന്നിട്ടുള്ളത്. സോ നിങ്ങൾ ജർമ്മനിയിൽ എത്തിയതിന് ശേഷം നിങ്ങളെ പ്രൊഫഷനിലുണ്ടായ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ?
നമ്മളവിടെ ചെന്നതിന് ശേഷം പ്രൊഫഷണലി ഉണ്ടായ ഗ്രോത്തിനെക്കാട്ടിലും ഉപരി എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായ ഗ്രോത്ത് ആയിരിക്കും ഏറ്റവും അടിപൊളി. ബിക്കോസ് നമ്മൾ പ്രൊഫഷണലായിട്ട് നമ്മൾ ചെന്നു നഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ 6 മന്ത് പ്രൊബേഷൻ പീരീഡാണ്. സോ ഈ പ്രൊബേഷൻ പാസ്സായി കഴിയുമ്പോൾ നമ്മൾ അവിടെ പെർമനൻ്റ് ആവുന്നത്. സോ നമ്മൾ ആ പെർമനൻ്റായി അന്നോട്ട് സ്റ്റിൽ ഇന്ന് വരെ നമ്മൾ ആ നഴ്സായിട്ട് തന്നെ വർക്ക് ചെയ്യണം. സോ ഇതിൻ്റെ അകത്ത് പ്രൊഫഷണൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി വേണമെങ്കിൽ ഒരു ടീം ലീഡ് അങ്ങനെയുള്ള പൊസിഷനിലോട്ട് നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത് മാറാം. അതിന് നമുക്ക് വേണ്ടത് ഒരു മിനിമം 2 ഇയർ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ എൻ്റെ ഒരു ലൈഫിൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ വെറും 0 ആയിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര പൊസിഷനിൽ എത്തുന്നില്ല. എന്നാൽ ഇന്ന് ഈ നാട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞപ്പം നമുക്കൊരു സ്ഥലത്ത് കയറി ഫുഡ് കഴിക്കണമെങ്കിലോ ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിലോ ഒന്നും ആരോടും ചോദിക്കണ്ടേ. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി എന്ന് പറഞ്ഞൊരു കാര്യത്തിൽ ഈ ആരോടും ചോദിക്കേണ്ടെന്ന് മുമ്പിൽ നമുക്ക് ആ ഒരു പ്രൈസ് ടാഗ് നോക്കണ്ടാത്തൊരു അവസരം വരെ എത്തിയത് ഈ ഒരു പ്രൊഫഷൻ അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്. സോ അതുപോലെ തന്നെ നമുക്ക് പ്രൊഫഷണലി ഗ്രോത്ത് ആവാനായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. നമുക്ക് ഈ ടീം ലീഡ് പോലെ തന്നെ വേറെ ഒരുപാട് പൊസിഷനിലോട്ട് നമുക്ക് വൈറ്റർ ബിൽഡിംഗ് എന്ന് പറയും. എന്നുവെച്ചാൽ ഫർദർ സ്റ്റഡീസ് ചെയ്തിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. ഈ ഫർദർ സ്റ്റഡീസ് അവിടെ അവർ ഹോസ്പിറ്റൽസ് തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തരുന്ന കേസുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അവരെന്നെ ഫണ്ട് ചെയ്ത് നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ചെയ്യണമെങ്കിൽ അതിനെപ്പറ്റി ഒന്ന്. തീർച്ചയായിട്ടും ഓൾമോസ്റ്റ് എല്ലാ ഹോസ്പിറ്റൽസും അവർ തന്നെയാണ് ഫണ്ട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ഈ ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ പോകുന്നതെന്ന് കേട്ടിട്ടില്ലേ? ഈ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ പോയി നമ്മുടെ ഒരു എംപ്ലോയർ അവിടെ കൊണ്ടുപോയി അവർക്ക് വേണ്ട കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എല്ലാം പോലെ അതുപോലെ തന്നെയാണ് ഈ വൈറ്റൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അവർക്ക് വേണ്ട ഇപ്പോൾ പ്രാക്ടീസ് അൺലൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലിനിക്കലി ഉള്ള ടീച്ചേഴ്സ് ഉണ്ടല്ലോ, ക്ലിനിക്കൽ ടീച്ചേഴ്സിനാണ് പ്രാക്ടീസ് അൺലൈറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഓക്കെ അവർക്ക് ആ ഒരു ടീം ആ ഒരു സ്റ്റെല്ല് അഥവാ പൊസിഷൻ വേക്കൻസി ഉണ്ടെങ്കിൽ നമ്മളെ അവർ പഠിപ്പിച്ച് അവർ ഫുള്ളി ഫണ്ട് ചെയ്ത് നമ്മളെ അവർ പഠിപ്പിച്ച് 2 ഇയർ കൊണ്ട് അതാക്കി നമുക്ക് ആ പൊസിഷൻ തന്നു നമുക്ക് ആ സാലറി കൂട്ടി തരും. സോ ആ സമയത്ത് നിങ്ങളുടെ വർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് ആ മാനേജ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഹോളിഡേയ്സ് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യാനുള്ള അഡീഷണൽ സമയം അവർ തരുമോ? ഇപ്പോൾ ഒരു പ്രാക്ടീസ് സൺലൈറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ കൂടെയുള്ള മലയാളീസ് പ്രാക്ടീസ് സൺലൈറ്റും ചെയ്യുന്നുണ്ട്. അവർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 months 3 months കൂടുമ്പോൾ 1 week അല്ലെങ്കിൽ 2 week ആയിരിക്കും ക്ലാസ്സസ്. സോ ആ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് വർക്ക് ചെയ്യേണ്ട ആ സമയം ഇവരുടെ നോർമൽ ഡ്യൂട്ടി അവേഴ്സായിട്ട് കൂട്ടി സാലറി കിട്ടും. നമ്മൾ കോഴ്സിന് ഫണ്ട് പ്രൊവൈഡ് ചെയ്യേണ്ട, കോഴ്സ് തീർന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ ജോബും കിട്ടും. സോ അതാണ് ഈ വൈറ്റൽ ബിൽഡിംഗ്. അത് ഓൾമോസ്റ്റ് ഒരു 80 to 90% ഹോസ്പിറ്റൽസ് ഓൾഡ് ഏജ് ഹോം റീഹ എല്ലായിടത്തും അവർ ഫ്രീ ആയിട്ട് തന്നെ പഠിപ്പിക്കുന്നത്. മാഡം ചെയ്തിട്ടുണ്ടോ സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ പ്ലാൻ ഉണ്ടോ ഫ്യൂച്ചറിൽ? ഞാൻ ഓൾറെഡി MBA കഴിഞ്ഞതാണ് ജർമ്മനിയിൽ. സോ അതുകൊണ്ട് ഞാൻ ഈ നഴ്സിംഗിൽ നിന്ന് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് ഞാൻ മാസ്റ്റേഴ്സ് ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞോളൂ. എൻ്റെ ഗ്രാജുവേഷൻ ലാസ്റ്റ് മന്തിലായിരുന്നു. സോ ഞാൻ ആ ഒരു ഇതാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അടിപൊളി. സോ ഈ പ്രൊഫഷൻ വിടുന്നതാണ് ഞാൻ മീൻസ് നഴ്സിംഗ് പ്രൊഫഷൻ വിടുന്നെന്ന് ഉള്ളതിലുപരി ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ കുറച്ചും കൂടെ ബെറ്റർ പൊസിഷൻസ് ആയിട്ട് ആഗ്രഹിക്കുന്നു. ബിക്കോസ് ജർമ്മനി ഗീവ്സ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. സോ ഞാൻ ആ ഓപ്പർച്യൂണിറ്റീസ് നോക്കിയപ്പം എനിക്ക് അവിടെ എത്താനായിട്ടുള്ളൊരു കടമ്പ അല്ലെങ്കിൽ എനിക്ക് ജർമ്മൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഉണ്ട്, ഞാൻ ജർമ്മനിയിലാണ്, അങ്ങനെയുള്ള ഓൾമോസ്റ്റ് സ്കിൽസ് എനിക്ക് മീറ്റ് ചെയ്യാത്തൊരു സ്കില്ലെന്ന് പറയുന്നത് ഒരു മാസ്റ്റേഴ്സ് ആയിരുന്നു. സോ ആ മാസ്റ്റേഴ്സ് ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. ഇനി വേണം അതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട്. പക്ഷേ ഹോസ്പിറ്റലിൽ എനിക്ക് പോകണമെന്ന് താല്പര്യമില്ല. ബിക്കോസ് അതാണ് ലോകത്തിൽ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ളൊരു ജോബ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ജസ്റ്റ് ഒരു നഴ്സിംഗ് എന്നതിലുപരി അതിന് ഹയർ ആയിട്ട് നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ അവിടുത്തെ ഗവൺമെന്റ് ആയിരിക്കും അല്ലേ? ഇത് ഗവൺമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ എന്ന് പറയുന്നത് നിങ്ങളെ എന്താക്കുന്നുണ്ട്, അസിസ്റ്റ് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് നോക്ക് ചെയ്യുക. ഒബ്വിയസ്ലി അപ്പോൾ നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ ജസ്റ്റ് സ്റ്റാഗ്നന്റ് അല്ലാതെ നിങ്ങൾക്ക് അതിൽ അപ്ഗ്രേഡേഷൻ ഉണ്ടാവുമെന്നാണ് മാഡം പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് ഇട്ട് നമ്മൾ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ വളരെ സന്തോഷമേ ഉള്ളൂ. നമ്മളെപ്പോലെയുള്ള ആൾക്കാരും ഒക്കെ നമുക്കിത് ചെയ്യണമെന്ന് പറഞ്ഞ് ചെല്ലുന്ന സമയത്ത് അവർക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. അടുത്ത പൊസിഷൻ അല്ലെങ്കിൽ അടുത്ത ഓപ്പർച്യൂണിറ്റി നമുക്ക് തരാൻ വേണ്ടി. പക്ഷെ നമ്മൾ നമ്മുടേതായ രീതിയിൽ എഫേർട്സ് വിടണം. നമ്മളിപ്പോൾ B2 കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫ്ലുവൻസി ഉണ്ടാകത്തില്ല. ജർമ്മൻ ലാംഗ്വേജ് നമ്മൾ അവിടെ ചെന്നാലും പിന്നെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. വെച്ചാൽ ആ ഒരു ലാംഗ്വേജിൽ കുറച്ചുകൂടെ പ്രൊഫഷൻസി ഉണ്ടെന്ന് തോന്നിയാലേ അവർ നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് കടത്തത്തുള്ളൂ. ഓക്കെ. ഇപ്പോൾ എൻ്റെ മനസ്സിൽ റാൻഡം ആയിട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ ലാംഗ്വേജ് ഇവിടുന്ന് പഠിച്ചു, ലാംഗ്വേജ് ഓക്കെ എനിക്ക് അത്യാവശ്യം സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസിൽ നിങ്ങൾ എത്തിയതിന് ശേഷം നിങ്ങൾ കേൾക്കുന്ന ജർമ്മൻ ഇവിടുന്ന് പഠിച്ച ജർമ്മനൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരുന്നു? നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ പറ്റിയിരുന്നോ?
നമുക്ക് ഇപ്പം കേരളത്തിൽ തന്നെ മലയാളം അറിയാമെന്ന് പറഞ്ഞാൽ എല്ലാ ജില്ലയിലും പോയി നിൽക്കാൻ പറ്റത്തില്ലല്ലോ. പല പല ഇത് പ്രൊണൗൺസ് ചെയ്യുന്ന സ്ലാങ്ങിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പോൾ തിരുവനന്തപുരം പോലെയല്ല, കണ്ണൂർ, കോഴിക്കോടൊക്കെ സെൻട്രലി ഡിഫറെൻറ്റ്. സോ ഇപ്പോൾ നമ്മൾ ബേസിക്കലി നമ്മളൊരു ജർമ്മൻ പഠിക്കാമെന്ന് പറയുന്നത് ഒരു ആലപ്പുഴ കോട്ടയം റീജിയനിലെ ജർമ്മനാണ്. ബിക്കോസ് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ജർമ്മനാണ്. പക്ഷേ നമ്മൾ പോകുന്ന ഓരോ സ്റ്റേറ്റും അവിടുത്തെ സ്റ്റാറ്റും അവിടെയുള്ള നമ്മൾ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ്, ഇപ്പം ഞാൻ ആദ്യം വർക്ക് ചെയ്തൊക്കെ കുറച്ച് പ്രായമായ കൊളീഗ്സിൻ്റെ കൂടെയാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ബവേറിയ എന്ന് പറയും. അത് മിറ്റൽ ഫ്രാങ്ക് എന്ന് പറയും. അവർ സംസാരിക്കുന്ന ഭാഷ ഫ്രാങ്ക്രിഷ് എന്ന് പറയും. സോ ഇത് ജർമ്മനായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ അറിഞ്ഞുകൂടാ. സോ അത് കുറച്ച് ഭയങ്കര ഡിഫറെൻ്റ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ ജർമ്മനാണ് എന്ന് പറഞ്ഞ് അവർ നമ്മൾ പഠിച്ച ജർമ്മൻ സംസാരിക്കത്തില്ലെന്നല്ല. പക്ഷേ ഇതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റിലും ഈ ഒരു ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്ലാങ്ങിൻ്റെ ഡിഫറൻസ് എല്ലായിടത്തും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ അവിടെ പോയാലും നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അവരുടെ ഒപ്പം എത്താനായിട്ട് ഇമ്പ്രൂവ് ആവാനും സാധിക്കത്തുള്ളൂ. വണ്ടർഫുൾ. സോ മാഡം ഫസ്റ്റ് പറഞ്ഞു ജർമ്മനിയിലെത്തി, അടിപൊളിയാണ് കൾച്ചർ. അപ്പാർട്ട് ഫ്രം പ്രൊഫഷൻ അവിടെ എത്തുമ്പോൾ നമ്മളെ ലൈഫ് സ്റ്റൈല് കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിട്ടുണ്ട്. സോ അതിൻ്റെ കൂടെ തന്നെ കൂട്ടിച്ചേർത്ത് ചോദിക്കുകയാണ്, ഒരു നേഴ്സ് നാട്ടിൽ വർക്ക് ചെയ്യുന്നതും അതേപോലെ ഒരു നേഴ്സ് ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നതുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ടോ? യെസ്, നല്ല ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ പേഴ്സണലി പറഞ്ഞ കണക്ക് ഞാൻ നേരെ കഴിഞ്ഞു, എക്സ്പീരിയൻസ് ഇല്ലാതെ തന്നെ ജർമ്മനിയിൽ പോയ ആളാണ്. സോ പക്ഷേ എൻ്റെ കൊളീഗ്സ് ഒരുപാട് പേര് നാട്ടിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പുറത്തും വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ജർമ്മനി വന്ന് ഇപ്പോൾ സെറ്റിൽ ആയതോ അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ച് അല്ലെങ്കിൽ അവരായിട്ട് നമ്മൾ തോട്ട്സ് ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് ആണ്. ബിക്കോസ് ഈ പേഷ്യൻറ്റ് നഴ്സ് റേഷ്യോ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രെസ്സായിട്ടാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വർക്ക് ലൈഫ് ബാലൻസ് വളരെ കുറവാണ്. ഇവിടെ 6 ദിവസം വർക്ക് ചെയ്യുന്ന ഒരുപാട് നഴ്സുമാരുണ്ട്. ഐ തിങ്ക് ഒട്ടുമിക്ക എല്ലാ ഹോസ്പിറ്റൽസിലും 6 ദിവസം വർക്കിംഗ് ആണ്. അതെ ഗവൺമെൻറ് ഒഴിച്ച് പ്രൈവറ്റ് ഒട്ടുമിക്ക എല്ലാ ഹോസ്പിറ്റൽസ്. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് 5 ദിവസം വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമുക്ക് 8 hours അല്ലെങ്കിൽ 8.5 അല്ലെങ്കിൽ ഒരു വീക്കിലി 38.5 അതാണ് ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത്. ഒരു വീക്കിലി അതിൽ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസ് ആയിട്ട് പോലും സമ്മതിക്കരുത്. ബിക്കോസ് അതാണ് നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ്, അതാണ് നമുക്ക് ഏറ്റവും ഫിസിക്കലി ആൻഡ് മെൻ്റലി നല്ലതെന്ന് പറയുന്നത്. സോ അത് ഇവിടുത്തെ മിക്ക ഹോസ്പിറ്റൽസും അത് ഫോളോ ചെയ്യുന്നില്ല. ബിക്കോസ് ഈ 6 ദിവസം വർക്ക് ചെയ്യുക, 1 ദിവസം മാത്രം അവധി. ഇതിൻ്റെ ഇടയ്ക്ക് നൈറ്റ് കയറി ഒരു നൈറ്റ് കഴിഞ്ഞ് 1 ദിവസം ഓഫ് കഴിഞ്ഞിട്ടൊക്കെയാണ് മോർണിംഗ് വരുന്നത്. പക്ഷേ ആ ഒരു രാജ്യത്തെ സംബന്ധിച്ച് അങ്ങനെയൊന്നും പറ്റത്തില്ല. നമ്മുടെ ബോഡി ടയർഡാവുന്ന പറയും. ഇപ്പോൾ ഒരു നൈറ്റ് കഴിഞ്ഞാൽ മിനിമം 2 ദിവസം, അന്നത്തെ ഒരു നൈറ്റ് ഓഫ് പിറ്റേന്ന് ഒരു ദിവസത്തെ ഓഫ്, മിനിമം 2 ഓഫെങ്കിലും കഴിഞ്ഞിട്ടേ അടുത്ത ഷിഫ്റ്റ് നമുക്ക് തരത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു ലിമിറ്റിൽ കൂടുതൽ ഒരു മനുഷ്യന് ഒരു പേഷ്യൻറ്റിനെ നോക്കാൻ പറ്റത്തില്ലെന്നും അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻസ് എന്ന് പറയും. സോ അതുകൊണ്ട് ആ ഒരു ലിമിറ്റ് കൂടുതൽ തരത്തില്ല. ബിക്കോസ് ലിമിറ്റ് കൂടുതൽ തന്നു കഴിഞ്ഞാൽ ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു സാധനം കുറയും. എന്ത് ഓവറായി കഴിഞ്ഞാലും ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു നഴ്സിങ്ങിൻ്റെ നമ്മൾ ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയും. ആ ഒരു ക്വാളിറ്റി ഓഫ് കെയർ ആണെങ്കിലും കുറഞ്ഞു. അതുകൊണ്ട് അവർ വളരെ ലിമിറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ലിമിറ്റേഷൻ എന്ന് ഞാൻ പറയത്തില്ല, എന്നാലും നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന അത്രയും പേഷ്യൻസിനെ മാത്രമേ അവർ ഡിവൈഡ് ചെയ്ത് നമുക്ക് തരത്തുള്ളൂ. സോ അതൊരു വർക്ക് ലൈഫ് ബാലൻസ് ഈ അവേഴ്സ് വെച്ചിട്ടാണേലും ഈ ഷിഫ്റ്റ് ബേസ്ഡ് ആണേലും നമുക്കങ്ങനെ ഒരു വീക്ക് ഒരു മന്ത്ലി തോന്നിയ പോലെ ഒന്നും നൈറ്റ് ഇടത്തില്ല. ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിൽ കൂടുതൽ ഒരാൾക്ക് നൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ അങ്ങനെയൊന്നുമല്ല. എൻ്റെ കൊളീഗ്സൊക്കെ 10-12 ദിവസം നൈറ്റ് ചെയ്തവരുണ്ട്. അങ്ങനെയൊന്നും അവിടെ പറ്റത്തൊന്നുമില്ല. നമുക്ക് ഇത്ര ലിമിറ്റ്സ് ഉണ്ട്. ആ ലിമിറ്റ്സിൽ കൂടുതൽ പിന്നെ നമുക്ക് ബിൽഡിംഗ് അവിടെ നമുക്ക് പറയാം നമുക്ക് ഇതിൽ കൂടുതൽ നൈറ്റ് വേണമെന്ന്. അല്ലാത്തപ്പോഴെല്ലാം നൈറ്റ്സ് എല്ലാം വളരെ ലിമിറ്റഡ് ആയിട്ടേ ഇടത്തുള്ളൂ. ആൻഡ് മെയിൻ തിങ് എന്ന് പറയുന്നത് ഇവിടെ എനിക്കറിയത്തില്ല എങ്ങനെയാണ് സിക്ക് ലീവ് വരുന്നതെന്നുള്ളത്. പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വയ്യ എങ്കിൽ നമുക്ക് പോകണ്ട. നമ്മൾ സിക്കാന്ന് വിളിച്ച് പറഞ്ഞാൽ മാത്രം മതി. ഇപ്പം നോർമലി ഉള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ അപ് ടു 3 days വരെ നമുക്ക് ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് പ്രിസ്ക്രിപ്ഷൻ ഒന്നും ആവശ്യമില്ല. നമുക്കൊരു 6 week വരെ നമുക്ക് കണ്ടിന്യൂസ്ലി ലീവ് എടുത്താൽ നമുക്ക് ഫുൾ സാലറി കിട്ടും. ഇത് കൂടാതെ ഇപ്പം നമുക്ക് വലിയ മേജറായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഒരു കാലൊടിഞ്ഞ് കൈ ഒടിഞ്ഞ് നമുക്ക് 1 വർഷത്തോളം ഒക്കെ വരെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല. ഇറ്റ്സ് ഓക്കെ. നമുക്ക് നമ്മുടെ ഇൻഷുറൻസ് നമ്മൾ പേ ചെയ്യുന്നതുകൊണ്ട് അവർ നമുക്ക് പൈസ തന്നുകൊണ്ടിരിക്കും. നമ്മുടെ പക്ഷേ ഫുൾ സാലറി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞാൽ ഒരു 65% കിട്ടും. എനിക്ക് തോന്നുന്നത് നാട്ടിൽ അത് ഇല്ല എന്നുള്ളത്. അങ്ങനെ എനിക്കും തോന്നുന്നു നാട്ടിൽ ഇത്രയും സാലറി കിട്ടുമെന്ന് എന്തായാലും എനിക്കും തോന്നുന്നില്ല. പക്ഷെ എന്തെങ്കിലും കിട്ടുമായിരിക്കും, എനിക്ക് ഉറപ്പില്ല. അതുപോലെ തന്നെ ഇപ്പോൾ പ്രഗ്നൻസി ആകുന്നവർക്ക് ഓൾമോസ്റ്റ് കൂടുതൽ വർക്ക് ചെയ്യുന്ന ഒരു 80% ഫീമെയിൽസ് ആയിരിക്കും നഴ്സിംഗ് പ്രൊഫഷനും. പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അസുഖമുണ്ട് അല്ലെങ്കിൽ ഒരു വയ്യായ്ക ഉണ്ടെങ്കിൽ ഒരുപാട് പേര് ഫുൾ 8 months 9 months വരെയൊക്കെ നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വയ്യായ്ക ഉണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ പ്രൊഹിബിറ്റഡ് ആണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യേണ്ട, പക്ഷേ ഫുൾ സാലറി കിട്ടുകയും ചെയ്യും. അത് ഭയങ്കര ഒരു അടിപൊളി. ബിക്കോസ് നമുക്ക് വയ്യായിക വെച്ചുകൊണ്ട് നമ്മളൊരു പേഷ്യൻറ്റിനെ കെയർ ചെയ്യാന്ന് പറയുന്നത് ആ ക്വാളിറ്റി അവിടെ നഷ്ടപ്പെടുക. പക്ഷേ
നമ്മുടെ വയ്യായികയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നമ്മളെ എംപ്ലോയേഴ്സിൽ നിന്നിൽ നമ്മളെയാണ് അവർ കൂടുതൽ കൺസിഡർ ചെയ്യുന്നത്. ഡെലിവറിക്ക് ശേഷം ഈ 45 അല്ലെങ്കിൽ 60 ഡേയ്സ് കഴിഞ്ഞ് പിള്ളേരെ നാട്ടിൽ നിർത്തിയിട്ട് പോകുന്ന പേരൻസ് ഉണ്ട്, വെച്ചാൽ വേറെ ഔട്ട് ഓഫ് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്യുന്നവർ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് 1 to 3 years വരെ മെറ്റേണിറ്റി ലീവ് വരും. ആ സമയത്ത് നമുക്ക് സാലറി കിട്ടും. നമുക്ക് അത് 1 to 3 years വരെ നമുക്ക് എടുക്കാം. 3 years എടുക്കും, സാലറിയുടെ പെർസെൻറ്റേജ് കുറയും. പക്ഷെ യൂഷ്വലി എല്ലാവരും 1 year എടുക്കുന്നു. യെസ്, സ്റ്റിൽ നമ്മൾ എംപ്ലോയി തന്നെ ആയിരിക്കും. നമ്മൾ ഈ 3 വർഷം കഴിഞ്ഞ് അവിടെ പോകുമ്പോൾ നമുക്ക് അവിടെ ജോബ് ഉണ്ട്. നമ്മുടെ ജോബ് ആരും എടുക്കത്തില്ല. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ നൈറ്റ് ചെയ്യണ്ട. അതുപോലെ ഇപ്പോൾ ഓങ്കോ പോലത്തെ വാർഡിലാണെങ്കിൽ നമുക്ക് ആ വാർഡ് മാറ്റിയിടും. നമുക്ക് മോർണിംഗ് സിക്നസ് എന്ന് വെച്ചാൽ ഛർദിലൊക്കെ അടിപൊളി. മോർണിംഗ് സിക്നസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോർമൽ ഷിഫ്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസ് ഡ്യൂട്ടി പോലെ 9 to 5 അല്ലെങ്കിൽ 10 to 6 എന്നുള്ളൊരു ഷിഫ്റ്റ് തരും. സോ നമ്മളെയാണ് അവർ കൂടുതൽ കംഫർട്ടാക്കാൻ നോക്കുന്നത്. വെച്ചാൽ വർക്ക് ലൈഫ് ബാലൻസ് അല്ലെങ്കിൽ നാടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിലൊരു ജോലിയും അവിടുത്തെ ഒരു ജോലിയുടെയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതൊക്കെ. ഭയങ്കരമായിട്ടുള്ളൊരു ഡിഫറൻസ് വെച്ചാൽ ഇത് അറിഞ്ഞ എനിക്ക് തോന്നുന്നത്, ഇത് അറിഞ്ഞ ഒരു നേഴ്സ് ഒരിക്കലും നാട്ടിൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടില്ല. വെറുതെ അല്ല, നമ്മള് കോളേജുകളൊക്കെ സ്റ്റുഡൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊന്നും ലക്ഷ്യം നാട്ടിൽ വർക്ക് ചെയ്യുക എന്നുള്ളതല്ല, എങ്ങനെയെങ്കിലും മൈഗ്രേറ്റ് ചെയ്ത് പോവാന്നുള്ളതാണ്. അതെ, നമ്മളെ ഇത്രയും വെൽക്കം ചെയ്യുന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഇവിടെ ഒരുപാട് പേര് സാലറിക്ക് വേണ്ടി സമരം ചെയ്യുന്നു. അവിടെ നമ്മളെ നീ വീട്ടിൽ ഇരിക്കും, നിനക്ക് ഉർലോവ് എന്ന് പറഞ്ഞ പരിപാടി വെച്ചാൽ ഉർലോവ് മീൻസ് വെക്കേഷൻ. നിനക്ക് 30 ദിവസത്തെ അവധി തരാം, നീ ആ സമയത്ത് നിനക്ക് പേയ്മെൻറ്റ് തരാം. നിനക്ക് വേണമെങ്കിൽ നീ നാട്ടിൽ പോ, അല്ലെങ്കിൽ നീ ഇവിടെ നില്ല്. നിനക്ക് വേണേൽ അടുത്തത് പഠിക്കണമെങ്കിൽ നീ പഠിക്കാം. നിനക്ക് നീ പ്രഗ്നൻ്റ് ആണോ, മെറ്റേണിറ്റി ലീവ് ഇടും, നിനക്ക് ഫാമിലി ടൈം വേണോ, ലീവ്. ക്രിസ്മസ് ന്യൂ ഇയർ പോലും നമ്മളൊരു ക്രിസ്മസ് ന്യൂ ഇയർ അടുത്തടുത്ത് വരുന്ന കാര്യങ്ങൾ. നമ്മൾ ക്രിസ്മസിന് വർക്ക് ചെയ്താൽ നമുക്ക് കമ്പൽസറി ആയിട്ട് ന്യൂ ഇയറിന് അവർ അവധി തരും. നീയും സെലിബ്രേറ്റ് ചെയ്യണം, അല്ലാതെ നീ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ വർക്ക് ചെയ്യണമെന്നല്ല, നീയും സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. നമുക്കൊന്ന് ഏത് ക്രിസ്മസ് എടുക്കാം ഓർ ന്യൂ ഇയർ എടുക്കാം, രണ്ടും കൂടെ അവധി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എന്നിരുന്നാലും അവർ നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വണ്ടർഫുൾ. സോ ജർമ്മനിയിൽ എങ്ങനെയാണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആയിട്ട് വരുന്നത്? അവിടുത്തെ റിട്ടയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മിനിമം 5 year വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെൻഷൻ കിട്ടുമെന്നാണ്. പക്ഷെ 5 year കഴിഞ്ഞ് ആരും വീട്ടിൽ ഇരിക്കുന്നതല്ല, ബിക്കോസ് അപ്പം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. സോ അവിടുത്തെ ഒരു റിട്ടയർമെന്റ് എന്ന് പറഞ്ഞ ഒരു ആസ് എ നഴ്സ് 67 years ആണ്. സോ എന്നെ സംബന്ധിച്ച് 67 years വരെ അവിടെ വർക്ക് ചെയ്യാമെന്നാണ്. 67 വയസ്സ് ഇയേഴ്സ് 67 വയസ്സ് വരെ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാം. നമുക്ക് ഈ 67 വയസ്സ് വരെ വർക്ക് ചെയ്യാം. സോ അതിനുശേഷം നമുക്ക് നമ്മളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. നമുക്ക് വേണ്ട പെൻഷൻ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ പെൻഷൻ പ്ലാൻ ഓൾറെഡി ഗവൺമെന്റ് പ്ലാൻ ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഈ ടാക്സ് പോകുന്നെന്ന് പറയുന്ന ഒരു എമൗണ്ടില്ല. അതിൻ്റെ അകത്തുനിന്ന് ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് പെൻഷനിലോട്ടാണ് നമുക്ക് പോകുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഈ പെൻഷൻ എന്ന് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഇനി നാട്ടിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണോ അങ്ങനത്തെ ഒരു പേടിയൊന്നും വേണ്ട. ബിക്കോസ് അവർ നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അവർ ഓൾറെഡി ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ അതിനെ നമ്മൾ അവിടെ തന്നെ താമസിക്കണം എന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റുമോ? നമ്മളിപ്പോൾ അവിടെ തന്നെ താമസിക്കണം എന്നുള്ളതിനുപരി നമ്മളിപ്പം നാട്ടിൽ നമുക്കൊരു സർട്ടൻ ലിമിറ്റ്, ഇപ്പോൾ അവിടുത്തെ സിറ്റിസനോ അല്ലെങ്കിൽ അവിടുത്തെ PR എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സർട്ടൻ ലിമിറ്റിൽ കൂടുതൽ മാറി നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നമുക്കിപ്പോൾ പെൻഷൻ നമ്മളവിടെ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, നാട്ടിൽ വരാനാണെങ്കിൽ നമുക്ക് ഈ ഫുൾ എമൗണ്ട് നമുക്ക് അക്കൗണ്ടിൽ നിന്ന് ഡിഡക്ട് ചെയ്തുകൊണ്ട് നാട്ടിൽ വരാം. പെൻഷൻ എമൗണ്ട് കംപ്ലീറ്റ്ലി ഇത് നമുക്കൊരു എല്ലാ മന്ത്ലിയും ഒരു ചെറിയ എമൗണ്ട്സ് ആയിട്ടല്ലേ കിട്ടുന്നത്. നമുക്ക് ഓക്കെ, നമ്മൾ പറയാം നമ്മൾ നാട്ടിൽ പോവാണ്, നമുക്ക് ഈ ഫുൾ കംപ്ലീറ്റ് എമൗണ്ട് നമുക്ക് ഇങ്ങനെ തന്നേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ അടച്ച കംപ്ലീറ്റ് എമൗണ്ട് നമുക്ക് ഒരു സർട്ടൻ പെർസെൻറ്റേജ് അവർ പിടിച്ചിട്ട് ബാക്കി ഫുൾ നമുക്ക് കിട്ടും. സോ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാത്തവരാണെങ്കിലും തിരിച്ചു വരുമ്പോഴേക്കും നമുക്കൊരു ഹ്യൂജ് എമൗണ്ട് ആയിട്ട് നാട്ടിൽ വന്ന് നമുക്ക് ബിസിനസ്സോ മീൻസ് അത്രയും പ്രായമായിട്ട് വരുമ്പോൾ എന്താണെന്ന് എനിക്കറിയത്തില്ല, എന്നിരുന്നാലും പക്ഷെ നമുക്ക് ബാങ്കിലിട്ടാണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാം. ബിക്കോസ് നമുക്ക് ഇത്രയും ഒരു എമൗണ്ട് നമുക്ക് അവിടുത്തെ ഗവൺമെൻറ് തരുള്ളൂ. അതുപോലെ നമ്മളെ ചുമ്മാ ഒന്നും അവർക്ക് പറഞ്ഞു വിടാൻ പറ്റത്തൊന്നുമില്ല. നമുക്ക് ഇന്ന് വന്ന് നീ നാളെ പൊക്കോന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. അവിടെ സർട്ടൺ ആയിട്ടുള്ള കാരണങ്ങൾ കാണിക്കണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വിടുമ്പോഴേക്കും നമുക്ക് മിനിമം 1 year സാലറി എങ്കിലും തരണം. നമ്മളൊരു തെറ്റ് ചെയ്യാതെ പറഞ്ഞു വിടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 year സാലറി അവർ തരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേഴ്സ് എന്ന് പറഞ്ഞാൽ 10-40 ലക്ഷം രൂപയെങ്കിലും മിനിമം നമുക്ക് തരണം. ഇതൊന്നും ടാക്സ് കട്ടിയോ ഓഫ് കോഴ്സ് അല്ലാതെ നോക്കുവാണെങ്കിൽ. ഓക്കെ. സോ ഇതിൻ്റെ കൂടെ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, ഇപ്പോൾ പലരും പറയുന്നു, എനിക്കറിയില്ല അത് അവർ നോളജ് ഇല്ലാത്തത് കൊണ്ട് പറയുന്നതാണോ എന്നുള്ളത്. ഇപ്പോൾ യൂറോപ്പിലൊക്കെ പോയാൽ അവിടെ ഭയങ്കര ടാക്സ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നാട്ടിൽ വർക്ക് ചെയ്യുന്നതും അവിടെ വർക്ക് ചെയ്യുന്നതും വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. കാരണം അവർ ഹ്യൂജ് ടാക്സ് ആണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഈ ഒരു ഫൈനാൻഷ്യൽ ബൈഫർക്കേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഹ്യൂജ് ടാക്സ് കട്ട് ചെയ്യുന്ന പറയാൻ പറ്റത്തില്ല. നമ്മുടെ
നമ്മുടെ സാലറിക്കകത്തുനിന്ന് ഒരു 1/3 അവർ പിടിക്കുന്നുണ്ട്. പക്ഷേ ഇത് കംപ്ലീറ്റ്ലി ഒരിക്കലും ടാക്സിലോട്ടല്ല പോകുന്നത്. ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് മാത്രമാണ് നമുക്ക് ടാക്സിൽ പോകുന്നത്. പിന്നെ ഒരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഇൻഷുറൻസാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചുള്ള ഈ സിക്ക് ലീവ് അല്ലെങ്കിൽ മെറ്റേണിറ്റി ലീവ് അല്ലെങ്കിൽ നമുക്ക് എന്ത് അസുഖം ഉണ്ടായാലും അവിടെ ഫ്രീ ആണ്. ട്രീറ്റ്മെൻറ്റ് ഫ്രീ ആണ്, മെഡിസിൻസും ഫ്രീ ആണ്. ചില ബെനിഫിറ്റ്സിലേക്കാണ് ആ എമൗണ്ട്. അതെ, മെഡിക്കൽ ഇൻഷുറൻസും. പിന്നെ എന്ന് വെച്ചാൽ ആർബിറ്റ് ലോസ് ഇൻഷുറൻസ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമുക്ക് ജോലി പോയി, ഇപ്പം നമ്മളായിട്ട് ജോബ് റിസൈൻ ചെയ്ത്, അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞു വിട്ട് വേറെ എന്തെങ്കിലും റീസൺ, ആ സമയത്ത് നമുക്ക് ഗവൺമെൻറ് പൈസ തരും നമുക്ക് ജോബ് കിട്ടുന്നിടം വരെ. സോ അതിന് വേണ്ടി ഒരു പെർസെൻറ്റേജ് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ആ ഒരു സിറ്റി അല്ലെങ്കിൽ ആ സ്ട്രാസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്ലീൻ ആയിരിക്കും. അതിനുവേണ്ടി അവരൊരു എമൗണ്ട് പിടിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ സംസാരിച്ചുള്ള പെൻഷൻ ഇൻഷുറൻസ് പിടിക്കുന്നുണ്ട്. സോ ഇത് എല്ലാം കൂടെ ഒറ്റയടിക്ക് ടാക്സ് എന്ന് പറഞ്ഞല്ല കട്ട് ചെയ്യുന്നത്. 1/3 കട്ട് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് ടാക്സ് കട്ട് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ ഇൻഷുറൻസ് കട്ട് ചെയ്യുന്നുണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി കട്ട് ചെയ്യുന്നുണ്ട്, ആർബൈറ്റോസ് ഇൻഷുറൻസ് കട്ട് ചെയ്യുന്നുണ്ട്, പെൻഷൻ ഇൻഷുറൻസ് കട്ട് ചെയ്യുന്നുണ്ട്, റെന്റൽ ഫെസിലിറ്റിയും കട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പലതായിട്ടാണ് ഇവർ കട്ട് ചെയ്യുന്നത്. പക്ഷേ ആൾക്കാർ പറയുമ്പോൾ അയ്യോ 3/1 ടാക്സ് ആയിട്ട് പോകുന്നതെന്ന്. ആക്ച്വലി ഇത് പലതായിട്ട് ഡിവൈഡ് ചെയ്താണ് പോകുന്നത്. പിന്നെ ഈ ടാക്സ് എന്ന് പറഞ്ഞ് പോകുന്ന സാധനം നമുക്ക് എല്ലാ വർഷവും ടാക്സ് ക്ലെയിം ചെയ്യാമെന്നുണ്ട്. നമുക്ക് ഇത്ര രൂപയെ കൂടുതൽ ഈ രാജ്യത്ത് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ടാക്സ് പിടിച്ച പൈസ അവർ തിരിച്ചു തരുന്നുണ്ട്. ടാക്സ് കട്ട് ചെയ്യുന്നതെന്ന് പറയുന്നൊരു ബുൾഷിറ്റാണ്. ബിക്കോസ് ടാക്സ് നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങളാണേലും മെഡിക്കൽ ഇൻഷുറൻസ് പിടിക്കുന്നത് നമുക്ക് സിക്കോ അല്ലെങ്കിൽ വേറെ എടുക്കാത്തത് നിങ്ങൾക്ക് റിട്ടേൺ തരുന്നുണ്ട്. ബെനിഫിറ്റ്സ് എടുക്കാത്തതെന്നല്ല, നമുക്ക് ടാക്സ് അവർ കട്ട് ചെയ്യുന്നത് നമുക്ക് റിട്ടേൺ തരുന്നുണ്ട്. മറ്റുള്ളതെല്ലാം ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് തരുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ അസുഖങ്ങൾ വരുമ്പോൾ ട്രീറ്റ് ചെയ്യണ്ടേ, അതിനിപ്പോൾ US പോലുള്ള രാജ്യങ്ങളാണ് എത്ര രൂപ വരും, ഇവിടെ ഫ്രീ ആണ്, ഹെൽത്ത് കെയർ ഫ്രീ ആണ്. അതുപോലെ തന്നെ സിക്ക് എടുത്താൽ വീട്ടിൽ ഇരിക്കണ്ടേ, അത് ഫ്രീ ആണ്. അതുപോലെ പെൻഷൻ കിട്ടും, അത് അവർ തന്നെ പ്ലാൻ ചെയ്ത് തരുന്നുണ്ട്. പണി പോയി കഴിഞ്ഞാൽ ഇവർ തന്നെ സാലറി തരും. സോ ഇതെല്ലാം ഇതിൻ്റെ അകത്തു നിന്നാണ് പോകുന്നത്, അല്ലാതെ ടാക്സ് ആയിട്ട് കംപ്ലീറ്റ്ലി അല്ല കട്ട് ചെയ്യുന്നത്. ഈവൻ ടാക്സ് കട്ട് ചെയ്താൽ പോലും നമുക്ക് നാട്ടിലെ കാട്ടി സാലറിയും ബെനിഫിറ്റ്സും ജർമ്മനി കിട്ടുന്നുണ്ട്. ഒരു നാട്ടിലൊരു നഴ്സിന് കിട്ടുന്ന സാലറി മാക്സിമം എത്രയായിരിക്കും ഒന്ന് ഗസ് ചെയ്ത് പറയുമ്പോൾ ഒരു 30,000 അല്ലെങ്കിൽ 25 to 30. സോ ടാക്സും കട്ട് ചെയ്ത് നമ്മുടെ ലിവിങ് എക്സ്പെൻസും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മിനിമം ഒരു 1,000 euro എങ്കിലും സേവ് ചെയ്യാം. എന്ന് വെച്ചാൽ ലിവിങ് എക്സ്പെൻസ്, വാടക, നമ്മുടെ ഫുഡ്, റേഡിയോ ബില്ല്, നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കഴിഞ്ഞിട്ട് 1,000 euro എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കണം. €1 എന്ന് പറഞ്ഞാൽ 100 രൂപ. എന്ന് വെച്ചാൽ 1,00,000 രൂപ നാട്ടിലൊരു നഴ്സ് സേവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ അങ്ങനത്തെ നഴ്സുമാരുണ്ടോന്ന്. ഞാൻ റീസെന്റ് നമ്മുടെ ഓഫ്ലൈൻ ബാംഗ്ലൂരിന് വേണ്ടിയിട്ട് അഡ്മിഷൻ എടുത്തൊരു സ്റ്റുഡൻറ്റിനോട് ഞാൻ ജസ്റ്റ് ചോദിച്ചു എന്തുകൊണ്ട് ജർമ്മൻ പഠിക്കാൻ ചൂസ് ചെയ്യുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നേഴ്സിംഗ് പഠിക്കാൻ എടുത്ത എഡ്യൂക്കേഷൻ ലോണ് തിരിച്ചടക്കാൻ അറൌണ്ട് 10 years ആവും ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ എന്ന്. അതെ, അത് സത്യമാണ്. ഇപ്പം ഞാനാണെങ്കിലും ലോൺ എടുത്ത് പഠിച്ചൊരു വ്യക്തിയാണ്. ഞാൻ വളരെ സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന വ്യക്തിയാണ്. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ലോൺ എമൗണ്ട് തിരിച്ചടയ്ക്കേണ്ടത് 8,000 സംതിങ് രൂപയാണ്. സോ മന്ത്ലി ഞാൻ നാട്ടിൽ 15 രൂപയ്ക്ക് വർക്ക് ചെയ്യുവാണെങ്കിൽ അതും കഴിഞ്ഞ് എൻ്റെ ഹോസ്റ്റൽ ഫീസും കഴിഞ്ഞ് 1,000 രൂപ കിട്ടും. ഞാൻ അതിലും ഭേദം ഞാൻ വീട്ടിൽ ഇരുന്നിട്ട് പപ്പയും മമ്മീൻ്റെ അടുത്ത് അടയ്ക്കാൻ പറയുന്നില്ലേ. ഈവൻ ഒരു ഇൻസിഡന്റ് ഉണ്ടായ 4 years ബാക്കാണ്. നമ്മുടെ ഫാക്കൽറ്റി ആയിട്ട് ഒരു നേഴ്സ് വർക്ക് ചെയ്തിരുന്നു, ജർമ്മൻ അറിയാവുന്നത്. പിന്നെ ജർമ്മൻ ട്രെയിൻ ചെയ്ത് തുടങ്ങി അവർ കൂടുതൽ കംഫർട്ടായി ജർമ്മൻ ട്രെയിനറായിട്ട്. ബിക്കോസ് ദേ ആർ ഏണിംഗ് മോർ ദാൻ എന്താ പറയുക, നേഴ്സായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ അവരുടെ കംഫർട്ടിൽ ഇരുന്നിട്ട് ഡെയിലി ഒരു 4 to 5 hours ലാംഗ്വേജ് ട്രെയിനറായിട്ട് മാറി. എന്നിട്ട് നഴ്സിംഗ് പ്രൊഫഷൻ വിട്ടൊരു സ്റ്റോറിയൊക്കെ ഉണ്ട്. യെസ്, ഓഫ് കോഴ്സ്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഞാനും ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് അത്യാവശ്യം ഗ്യാപ്പ് വന്നു. ബിക്കോസ് അനാർക്കനം ചെയ്യണം. പിന്നെ കൊറോണ വന്നായിരുന്നു. ജർമ്മനിയിലാണോ? അല്ലല്ല, ഞാൻ നാട്ടില് ജർമ്മൻ പഠിച്ചതിന് ശേഷം എനിക്ക് അനർക്കനം ചെയ്യുന്നതിന് നമുക്ക് അത്യാവശ്യം നല്ല ടൈമുണ്ട്. ഈ പ്രോസസ്സിങ് ചെയ്യുന്ന ഒരു പരിപാടി 6 months to 1 year എടുക്കും. സോ ഈ ഒരു സമയം എല്ലാവരും എന്നോട് പറഞ്ഞു എങ്കിൽ പിന്നെ നേഴ്സായിട്ട് വർക്ക് ചെയ്തൂടെ, കുറച്ച് എക്സ്പീരിയൻസ് ആവും. ഞാൻ പറഞ്ഞില്ല, ഞാൻ നാട്ടിൽ ജർമ്മൻ പഠിപ്പിക്കാനാണ് കയറിയത്. വെച്ചാൽ എൻ്റെ കൊളീഗ്സ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഏൺ ചെയ്യുന്നതിൽ കൂടുതൽ ഞാൻ ആസ് എ ടീച്ചർ ഏൺ ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതാണ് നമ്മുടെ നാട്ടിലെ ഒരു നഴ്സുമാരുടെ കണ്ടീഷൻ. അതെ. സോ ജർമ്മനിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് നഴ്സുമാർ ഇത് വാച്ച് ചെയ്തിട്ടുണ്ടാവും. അവരുടെ കുറേയൊക്കെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു പോഡ്കാസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.